ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില മലയാള സിനിമകൾ ഉണ്ടാകും, നമുക്ക് ഉറപ്പായിട്ടും അറിയാം അടുത്ത ഭാഗം എന്താകും, അടുത്ത ഭാഗം എന്താകും, അടുത്ത ഭാഗം എന്താകും എന്ന്. കാരണം ആദ്യം നായികയും നായകനും തമ്മിൽ ഒരു അസ്വാരസ്യം ഉണ്ടാകുന്നു, പിന്നീട് അത് പ്രണയത്തിലേക്ക്. അതൊക്കെയാണല്ലോ സാധാരണഗതിയിലെ മലയാള സിനിമയുടെ പ്രമേയങ്ങൾ. ആദ്യം ഇവരെ ആരെങ്കിലും ആക്രമിക്കുന്നു, അപ്പോഴേക്കും നടൻ വരുന്നു, അദ്ദേഹം രക്ഷപ്പെടുത്തുന്നു. പിന്നീട് നായികയുടെ മനസ്സിൽ നായകനെ കുറിച്ചിട്ടൊരു ഇംപ്രഷൻ ഉണ്ടാകും. ഇതൊക്കെയാണ് മലയാള സിനിമയുടെ പ്രമേയങ്ങൾ നമ്മൾ കാണുന്നതിൽ അധികവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പാ അതാണ് നടി, ഇതാണ് നടൻ, ശരി വില്ലൻ അതാണ്. അതുപോലെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. ജസ്ന സലീം എന്ന പെണ്ണിനെ കുറെ കാലം ഇവർ പൊക്കിക്കൊണ്ട് നടന്നു. അയ്യോ, അവര് വരച്ച കണ്ണന്റെ ചിത്രം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രസവിക്കാത്ത മലടി എന്ന് വിധി എഴുതിയ സ്ത്രീയുടെ ഭർത്താവ് ശങ്കരേട്ടൻ വരെ പ്രസവിക്കും. ഇവര് വരച്ച ചിത്രം തട്ടമിട്ട പെണ്ണാണ്. അവര് വരച്ച ചിത്രത്തിന് അത്രമാത്രം പ്രാധാന്യമാണ്, മഹത്വമാണ്, സത്യമാണെന്നായിരുന്നു ഇവര് വിശ്വസിച്ചിരുന്നത്. സാധാരണ ഒരുപാട് ആളുകൾ കണ്ണന്റെ ചിത്രം വരയ്ക്കാറുണ്ട്. അവർക്ക് ആർക്കും കിട്ടാത്ത മാർക്കറ്റ് ഇവർക്ക് കിട്ടി. ജീവനുണ്ടെന്ന് തോന്നിക്കുന്ന ചിത്രങ്ങൾ ഇന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? ഇവരപ്പോൾ എന്ത് ചെയ്തു? എന്തായാലും നിലാവുണ്ട് നേരം വെളുക്കോളം കാക്കാം. അപ്പം ഇവര്, എനിക്ക് കണ്ണനെ ഇഷ്ടമായിരുന്നില്ല, ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ആളാണ്. കണ്ണനെ ഞാൻ കണ്ടിട്ടേയില്ല. ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് 19 വയസ്സുള്ള സമയത്ത് കല്യാണം കഴിച്ചപ്പോഴാണ്. ഭർത്താവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ കണ്ണനെ ആദ്യമായിട്ടൊരു ചിത്രം കാണുന്നത്. അതുവരെ 9ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടുണ്ട് ഞാൻ, പക്ഷെ അതുവരെ കണ്ണനെ ഞാൻ കണ്ടിട്ടില്ല. ശിന്ദു കല്ല് വെച്ച കള്ളോ ഇതെന്ന് നോക്കിയേ. ഇതും ഈ മലരന്മാരായിട്ടുള്ള ഹിന്ദുക്കൾ അങ്ങ് വിശ്വസിച്ചു. കണ്ണനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കണ്ണനെ ആദ്യമായിട്ട് കാണുന്നത് കല്യാണം കഴിഞ്ഞൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ്. ശരിയായിരിക്കും, ചെറിയ പ്രായം മുതലേ നമ്മൾ കണ്ണനെ കാണാറില്ലേ? ബാലമംഗളം, ബാലരമ, പൂമ്പാറ്റ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ബാലഭൂമി, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് വായിച്ചിരുന്നതാണ്. പിന്നെ ബാലരമയ്ക്കൊരു അമർ ചിത്രകഥയുണ്ട്, പിന്നെ ഡൈജസ്റ്റൊക്കെ ഇറങ്ങുന്നത്. ഈ അമർ ചിത്രകഥകളിലൂടെയൊക്കെ, അതിലൂടെയൊക്കെയാണ് ഞാൻ ഈ മഹാഭാരതവും ഇതൊക്കെ ഏതാണ്ട് ചരിത്ര കഥകളൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് ഇന്ന് കുട്ടികൾ കാണുന്നത് പോലെ കാർട്ടൂണും മറ്റൊന്നും ഇല്ലല്ലോ. ആകെ ദൂരദർശൻ മാത്രമല്ലോ, DD1, DD4 ഇതൊക്കെ മാത്രമല്ലേ ഉള്ളൂ, നമുക്കറിയില്ല. നമ്മളങ്ങനെയാണ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചതും അങ്ങനെ തന്നെയാണ്. ഇത് ഇവർ കണ്ണന്റെ ചിത്രം കണ്ടിട്ടേ ഇല്ല. ഇത് ഇതൊക്കെ ഇപ്പൊ സാധനോ, ഈ സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെയായിരുന്നു വന്നിരുന്നു വിളമ്പിയത്. ഇതൊക്കെ തൊടാതെ നമ്മുടെ ഹിന്ദുക്കൾ അങ്ങ് വിഴുങ്ങി. മലയാളികളല്ലേ, പൊളിയല്ലേ. പിന്നീടാണ് ഇവർ കുളിക്കത്തില്ല, ഇവർ നനയ്ക്കത്തില്ല, ഇവർ പല്ല് തേക്കാതെയാണ്, ഇവർ വൃത്തിയില്ലാതെയാണ്, മാംസാഹാരം കഴിച്ചിട്ടാണ്, ആ അന്തരീക്ഷത്തിലാണ് ഇവർ വരയ്ക്കുന്നതെല്ലാം ഫോട്ടോസ്റ്റാറ്റാണ്, സ്കെച്ചാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവരല്ല വരയ്ക്കുന്നത്. ഒടുവിൽ ഗുരുവായൂരമ്പലനടയിലെത്തി തനി നിറം കാണിച്ചപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഈ സാധനം ഇതുവരെ അടയ്ക്കയായിരുന്നു, മടിയിൽ വെക്കാമായിരുന്നു. ഇപ്പോൾ ഇത് വളർന്ന് അടയ്ക്കാമരമായി എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞേക്കാം. അങ്ങനെ എടുത്തു മടിയിൽ വച്ചവര് തന്നെ വലിച്ചെടുത്ത് പുറത്തിട്ടു. തനി നിറം വ്യക്തമായി. ഒന്നും നോക്കാതെ ചില ആളുകൾ അങ്ങനെ എടുത്തങ്ങ് പൊക്കിക്കൊണ്ട് നടക്കും. ഇപ്പോ നമുക്കറിയാം 3 പേരെ. ഒന്ന് ലോറി മുതലാളി മനാഫാണ്, 2 ലോറി ഡ്രൈവർ അർജുനാണ്, 3 ഈ അർജുൻ്റെ ശരീരം കിട്ടുന്നതിനു വേണ്ടി ജീവൻ പണയം വെച്ച് ആ ആഴക്കടലിനകത്തിറങ്ങി ഗംഗാവാലി പുഴയുടെ ഉൾത്തട്ടിലേക്ക് ഇറങ്ങിയ മാൽപ്പയാണ്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. കുറച്ചു പേരറിയും, ജീവൻ പോയാൽ പോയില്ലേ, അവൻ്റെ കുടുംബത്തിന് പോയി. ഒടുവിൽ കർണാടക സർക്കാർ എഴുതി വാങ്ങുന്നു, എന്ത് സംഭവിച്ചാലും നിന്റെ റിസ്ക്കാണ്. ശരി, ആ മനുഷ്യൻ്റെ വലിയ മനസ്സിനെ ഞാനവിടെ കാണുവാണ്. എപ്പോഴും പാത്രം അറിഞ്ഞേ നമ്മൾ വിളമ്പാവും. മിണ്ടിയവൻ ഇലയെടുക്കണമെന്ന് പറയുന്ന അവസ്ഥയായി പോകും. റോഡിലിരുന്നു, പട്ടിണിയാണ്, വായോ ചോറ് തരാം, ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. അവസാനം അവൻ്റെ എച്ചിൽ പാത്രം കൂടി നമ്മൾ എടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത്രയ്ക്ക് ധാർഷ്ട്യമായി പോകും ഇവർക്ക്. ഇപ്പോൾ അർജുൻ്റെ കുടുംബം മുഴുവനും
മനാഫിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, അർജുന്റെ ഭാര്യ പുതിയ ജോലി കിട്ടി ജോലിക്ക് പോകുമ്പോഴും ഈ അർജുന്റെ മൃതദേഹത്തിനു വേണ്ടി ഗംഗാവാലി പുഴയുടെ തീരത്ത് തൊഴിലാളികളുമായിട്ട് മനാഫ് ഉണ്ടായിരുന്നു. അയാൾ മനസാക്ഷിയുള്ളൊരു മനുഷ്യനാണ്, അതെനിക്കറിയാം. ഒരാളുടെയും പക്ഷം പിടിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമുള്ള ആളല്ല ഞാൻ. പക്ഷെ അയാൾ യൂട്യൂബ് ചാനൽ നടത്താൻ പാടില്ല, അയാളുടെ ലോറിക്ക് അർജുൻ എന്ന് പേരിടാൻ പാടില്ല. ഇതിനോടൊന്നും യോജിപ്പില്ല. യൂട്യൂബ് ചാനലിന്റെ റീച്ചിന് വേണ്ടിയാണ് അയാൾ അത് ചെയ്തത്. എല്ലാം വിശ്വസിക്കാം. എങ്ങനെയാ ഇതൊക്കെ വിശ്വസിക്കാം? അയാൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ യൂട്യൂബ് ചാനൽ നടത്താൻ പാടില്ലേ? അയാളെ അങ്ങനെയൊക്കെ അങ്ങ് പേടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ നന്ദികേടല്ലേ? ചോദിച്ചു പോയതാ. കാരണം ആർക്ക് നമ്മൾ ഉപകാരം ചെയ്യുന്നു, ആരോട് നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നോ, തൊട്ടടുത്ത് നമുക്ക് അടി കിട്ടിയിരിക്കും. ഇപ്പോ അർജുന്റെ വേർപാടിലെ വൈകാരികത ചൂഷണം ചെയ്യുകയാണ് എന്ന ആരോപണത്തിൽ പ്രതികരിച്ചു വരികയാണ് ലോറി ഉടമയായ മനാഫ്. താൻ യൂട്യൂബ് തുടങ്ങിയതിൽ എന്താണ് തെറ്റ് എന്ന് മനാഫ് ചോദിച്ചു. ആലോചിക്കണം, ഇന്ന് രാവിലെ 10K ആയിരുന്ന മനാഫിന്റെ യൂട്യൂബ് ചാനൽ ഇവര് നന്ദികെട്ട വർത്തമാനം പറഞ്ഞതോടെ 58K ആയി മാറി. നേരം വെളുക്കുമ്പോൾ 100K ആവും. അപ്പൊ അദ്ദേഹം പ്രതികരിച്ചു, ആരുടെയും തറവാട് സ്വത്തല്ല യൂട്യൂബ്. തന്റെ ചാനലിൽ ഇഷ്ടമുള്ള വീഡിയോ ചെയ്യുമെന്നും അർജുന്റെ പേര് തന്നെ ലോറിക്ക് നൽകുമെന്നും മനാഫ് പ്രതികരിച്ചു. അർജുന്റെ കുടുംബം ഉന്നയിച്ച ഫണ്ട് പിരിവ് അടക്കമുള്ള ആരോപണങ്ങളെയും മനാഫ് തള്ളിക്കളഞ്ഞു. അർജുനെ ലഭിക്കുന്നതോടെ യൂട്യൂബ് ചാനലിന് ഇനി അർത്ഥമില്ല എന്ന് കരുതിയിരുന്നു. ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ച സ്ഥിതിക്ക് ആ ചാനൽ ഉഷാറാക്കാൻ തന്നെയാണ് തീരുമാനം. ആർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം. ആരുടെയും തറവാട് സ്വത്തൊന്നുമല്ല യൂട്യൂബ്. എന്റെ ലോറിക്ക് അർജുൻ എന്ന് തന്നെ പേരിടും. എനിക്കാരെയും പേടിയില്ല, ഞാൻ വേറെ ലെവല എന്ന് മനാഫിനെ കൊണ്ട് ഈ പ്രതികരിച്ചവർ പറയിപ്പിച്ചു. ഈ വൈകാരികത വെച്ച് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത്. അർജുന്റെ കുടുംബത്തെ എന്റെ കുടുംബമായി കണ്ടതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിച്ചു. അർജുന്റെ അമ്മ എന്റെ അമ്മയാണ്, ആ അമ്മ എന്നെ തള്ളി പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എന്ന് മനാഫ് പറയുന്നു. ഞാൻ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ല. അങ്ങനെ ഞാൻ ചെയ്തതിന് എന്ത് തെളിവാണ് നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ളത്? അങ്ങനെ നിങ്ങൾ തെളിവ് കൊണ്ടുവന്നാൽ മാനാഞ്ചിറ സ്ക്വയറിന് മുന്നിൽ വന്നു നിൽക്കും, നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. അത്രയും ബോൾഡായിട്ടൊരു കാര്യം പറയണമെങ്കിൽ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ മലയാളിക്ക് പറ്റും. ഒരു PR വർക്കും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ നേരിട്ട ചില വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെയുണ്ട്. അക്കാര്യത്തിന് പുറകെ ഞാൻ പോയിട്ടുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില വിശദീകരണ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അർജുനെ കാണാതായതിനു ശേഷം ഗംഗാവാലി പുഴയിലെത്തിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴാണ് ഒരു ആശ്വാസത്തിന് വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിലെന്താണ് തെറ്റ്? ആകെ 10,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ചാനലാണത്. ഈ സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാകാൻ വല്ലപ്പോഴും ഒരു ലൈവ് ഇടും. അർജുന്റെ വിഷയം ജനങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. അത്തരത്തിൽ വീഡിയോ ചെയ്യാനും ആ ചാനൽ ഉപയോഗിച്ചു. അർജുന്റെ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ ചാനലിലൂടെ ശ്രമിച്ചു. ലോറിക്ക് അർജുൻ എന്ന് പേരിടും. ടാറ്റ, ബിർള, കൊക്കക്കോള തുടങ്ങിയ പേരുകൾ പോലെ രജിസ്റ്റർ ചെയ്ത പേരല്ല അർജുൻ. അതുകൊണ്ട് ആരൊക്കെ തടഞ്ഞാലും എൻ്റെ ലോറിക്ക് അർജുൻ എന്ന് തന്നെ പേരിടും. അർജുന്റെ കുടുംബം ഫോൺ വിളിച്ചപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എന്ന് മനാഫ് പ്രതികരിക്കുന്നു. അർജുന്റെ വേർപാടിന് ശേഷം വൈകാരികത വിറ്റ് കാശുണ്ടാക്കാനും യൂട്യൂബ് വ്യൂവേഴ്സ് കൂട്ടാനുമാണ് മനാഫ് ശ്രമിക്കുന്നത് എന്ന് അർജുന്റെ കുടുംബം ആരോപിച്ചിരുന്നു. അർജുന്റെ കുടുംബത്തിന് നൽകാനെന്ന പേരിൽ ഫണ്ട് പിരിവ് നടത്തിയെന്നും കുടുംബം വെളിപ്പെടുത്തുന്നു. അർജുനായിട്ടുള്ള തിരച്ചിൽ സംഘത്തിന്റെ ദൗത്യത്തിന്റെ 3ാം ഘട്ടമായപ്പോൾ മനാഫും ഈശ്വർ മാൽപേയും ചേർന്ന് നടത്തിയ നാടകമാണെന്നും അർജുന്റെ പേരിൽ നടത്തുന്ന പ്രചാരണങ്ങൾ മനാഫ് നിർത്തണമെന്നും സഹികെട്ടാണ് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നതെന്നും കുടുംബം പറയുന്നു. അതിഗുരുതരമായ ആരോപണങ്ങൾ അർജുന്റെ കുടുംബം ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മനാഫ് ശക്തമായി ഈ രൂപത്തിൽ പ്രതികരിച്ചു മുന്നോട്ട് വന്നിരിക്കുന്നത്. 1 രൂപ പോലും ആരോടും ഞാൻ വാങ്ങിയിട്ടില്ല എന്നും അർജുന്റെ അമ്മ എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മ എന്നെ തള്ളി പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്,
അർജുന്റെ കുടുംബം എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്ന ലോറി ഡ്രൈവർ മനാഫ് തന്റെ ഭാഗം മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൂടുതൽ വിശദീകരിച്ച് രംഗത്ത് വന്നു. അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം മനാഫ് നിഷേധിച്ചു. എത്ര ക്രൂശിച്ചാലും താൻ ചെയ്തതെല്ലാം നിലനിൽക്കുമെന്നും അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും മനാഫ് ആവർത്തിച്ചു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കല്ലെറിഞ്ഞു കൊന്നോട്ടെ എന്ന് പറഞ്ഞ മനാഫ് അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ തയ്യാറാണെന്നും മാധ്യമങ്ങളോട് മനാഫ് പ്രതികരിച്ചു. ലോറിക്ക് അർജുൻ എന്ന് തന്നെ പേരിടും. അർജുന്റെ കുടുംബവുമായി കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു. പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നതടക്കമുള്ള ആരോപണങ്ങളാണ് അർജുന്റെ കുടുംബം ആരോപിച്ചത്. ഇതിൽ പ്രതികരിച്ച മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചു. എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, അതിനുവേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അർജുന്റെ വിഷയത്തിന് ശേഷം യൂട്യൂബ് ചാനലിൽ ഒന്നും വന്നിട്ടില്ലല്ലോ. അർജുനെ കിട്ടുന്നതോടെ ആ യൂട്യൂബ് ചാനലിന് അർത്ഥമില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആകെ 10,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് അതിലുള്ളത്. എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ചു. ഇന്നിപ്പോൾ 58 കഴിഞ്ഞു. വൈകിപ്പിച്ചതായിട്ടുള്ള കുടുംബങ്ങളുടെ ആരോപണത്തോട് വൈകാരികമായിട്ടാണ് മനാഫ് പ്രതികരിച്ചത്. തന്റെ കുടുംബമായി അവരെ കണ്ടതിൽ എന്താണ് തെറ്റെന്ന് മനാഫ് ചോദിച്ചു. അർജുന്റെ അമ്മ എൻ്റെ അമ്മയാണ്, അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ. അർജുന്റെ ഫാമിലി എൻ്റെ ഫാമിലിയായി ഞാൻ കാണുന്നു. അവരിപ്പോഴുള്ള ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. അവരതിന് മുമ്പും പേഴ്സണലായി പറഞ്ഞതാണ്. ഞാനതൊന്നും വകവയ്ക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർക്കൊരാവശ്യം വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ടാകും. അത് അവരുടെ മാത്രമല്ല, എൻ്റെ ഏത് ജോലിക്കാർക്ക് എന്താവശ്യം വന്നാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. 1 രൂപയും ഞാൻ ആരോടും വാങ്ങിയിട്ടില്ല. അർജുനെ എടുക്കുന്നതിന് മുമ്പ് ഈ ആരോപണങ്ങളാകാമായിരുന്നു. അവര് മൊത്തം എന്നെ തള്ളി പറഞ്ഞാലും എനിക്ക് അവരെൻ്റെ ഫാമിലിയാണ്. കുറച്ചാളുകൾ ഇതിന് പിന്നിലുണ്ട്. എനിക്കൊരു ഐഡിയയുമില്ല. ചിലപ്പോൾ ജിതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും. അർജുന്റെ വിഷയത്തിൽ അവർക്കൊരു പ്രശസ്തി ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കും വേണ്ട. ആക്ഷൻ കമ്മിറ്റി എന്നെ കാണിച്ച് തിരുവനന്തപുരത്ത് പോകാൻ ഞാൻ പറഞ്ഞു വരാം. ഞാനത് ജിതിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഫോണിൽ വിളിച്ചാലും മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പോയി. അർജുന് വേണ്ടി ഇനി അമേരിക്കയിലേക്ക് വേണമെങ്കിലും പോകും. നിങ്ങളെല്ലാവരും കൂടി എനിക്കൊരു ഹൈപ്പ് തന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നാണ് തോന്നുന്നത് എന്ന് മനാഫ് വ്യക്തമാക്കി. അർജുന്റെ മരണത്തിൽ മനാഫ് മാർക്കറ്റിംഗ് നടത്തുന്നുവെന്നും അർജുന് 75,000 രൂപ ശമ്പളമുണ്ടെന്നും മനാഫ് കള്ളപ്രചാരണം നടത്തുകയാണെന്നും കുടുംബം ആരോപിച്ചിരുന്നു. കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്തത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അർജുൻ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു. ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അർജുൻ 75,000 രൂപ ശമ്പളമുണ്ടെന്നും മറ്റുമാണ് ഒരു വ്യക്തി പ്രചരിപ്പിക്കുന്നത്. കുടുംബത്തിന് ഇത് തികയുന്നില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് വാസ്തവ വിരുദ്ധമാണ്. ഇതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2ാം ഘട്ടം കഴിഞ്ഞപ്പോൾ മനാഫ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. അർജുന്റെയും കുടുംബത്തിന്റെയും പേര് പറഞ്ഞുള്ള പ്രചാരണം നിർത്തണം, അല്ലെങ്കിൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. അർജുന്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? സഹായിച്ചിട്ടില്ലെങ്കിലും കുത്തി നോവിക്കരുത്. പൊതുസമൂഹത്തിന് മുന്നിൽ കുടുംബത്തെ അപമാനിക്കരുതെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അർജുനെ കാണാതായത് മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നു. നേവിയും ഈശ്വർ മാൽപ്പയും ചേർന്നുള്ള ഡൈവിംഗ് തിരച്ചിൽ മാത്രമാണ് 2ാം ഘട്ടത്തിൽ നടന്നത്. പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തു എന്ന് അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ജു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നു എന്നും ജിതിൻ ആരോപിച്ചു. ഇത്തരത്തിൽ വൈകാരികമായി മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും കുടുംബം വ്യക്തമാക്കി. നന്ദി.